വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരികയെ രാജീവ് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം വലിയൊരു ഭാരം നെഞ്ചിൽ നിന്ന് ഇറക്കി വെച്ചതുപോലെ കുടുംബശ്രീ വീട്ടിനകത്തേക്ക് പോയിരുന്ന് ആശ്വസിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ ഹാളിൽ അങ്ങനെ വിഷമിച്ച പോലെ ഇരിക്കുകയാണ് സുസ്മിത. അന്നേരം അവിടേക്ക് സത്യഭാമ വരുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയോട് പറയുകയാണ്, മോള് പറഞ്ഞതൊക്കെ ശരിയാണ്, മോളോട് ആണ് ഞാൻ മാപ്പ് ചോദിക്കേണ്ടത് എന്നൊക്കെ. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, ആൻറ്റി അങ്ങനെ ചെറുതാവല്ലേ, എന്നോട് മാപ്പ് ചോദിച്ച്. ശാലിനി ചെയ്ത കുറ്റത്തിന് ആൻറ്റി എന്ത് തെറ്റാണ് ചെയ്തത്? വലിയൊരു വിഡ്ഢിവേഷമല്ലേ ആൻറ്റിയെ കൊണ്ട് ശാലിനി ചെയ്യിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും സത്യഭാമയെ ശാലിനിക്ക് എതിരെ തിരിപ്പിക്കുകയാണ് സുസ്മിത. ശാലിനിയെ കുറേ കുറ്റം പറഞ്ഞ ശേഷം സുസ്മിത പറയുകയാണ്, ഞാൻ കൂടുതലും കുറ്റം പറയുന്നത് പ്രീതിയാണ്. ആൻറ്റിയുടെ മകളായിരുന്നു എങ്കിലും പ്രീതിയെ കുറ്റം പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശാലിനി ഇന്നലെ വന്നവളല്ലേ, അവൾക്ക് ആൻറ്റിയുമായി വിഷ്ണുവേട്ടൻ്റെ അമ്മ, അത്ര ഒരു ബന്ധമല്ലേ ഉള്ളൂ. പക്ഷേ പ്രീതിക്ക് അങ്ങനെയാണോ? പ്രീതിക്ക് ആൻറ്റിയോട് എല്ലാം തുറന്നു പറയാമായിരുന്നില്ലേ എന്നൊക്കെ മുൻവെച്ചുള്ള സംസാരങ്ങൾ സത്യഭാമയോട് സംസാരിക്കുകയാണ് സുസ്മിത. ശാലിനിക്കാണെങ്കിൽ ആൻറ്റിയോട് ദേഷ്യമേ ഉള്ളൂ. പക്ഷേ പ്രീതി അങ്ങനെയാണോ? ആൻറ്റി പ്രസവിച്ച് പാലൂട്ടി വളർത്തിയ മകളല്ലേ, അപ്പോൾ പിന്നെ പ്രീതി ആൻറ്റിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ തുടരെ സുസ്മിത സത്യഭാമയുടെ ഏഷണി കയറ്റുകയാണ്. അന്നേരം അതൊക്കെ ആലോചിച്ചങ്ങ് മൂളുകയാണ് സത്യഭാമയും. ഒരു മകള് അമ്മയോടല്ലേ എല്ലാം തുറന്നു പറയേണ്ടത്? എൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ട് അമ്മയാണ്. ഇപ്പോൾ പ്രീതി ഗർഭിണിയാണെന്ന് ആൻറ്റിയോട് തുറന്നു പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? ഒന്നും സംഭവിക്കില്ലല്ലോ എന്നൊക്കെ വീണ്ടും സുസ്മിത അങ്ങ് സംസാരിക്കുന്നുണ്ട്. പ്രീതിക്ക് വിശ്വാസം ആൻറ്റിയേക്കാൾ ഇന്നലെ വന്ന ശാലിനിയാണ്. പക്ഷേ പ്രീതിയാണ് ഗർഭിണിയെന്ന് എനിക്ക് നേരിയൊരു സംശയമുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കൽ ആൻറ്റിയോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ കാണിച്ച് ശാലിനി അമ്മളിൽ നിന്നും അത് തിരുത്തുകയല്ലേ ചെയ്തത്. പിന്നെ ആ വഴിക്ക് ഞാനും ചിന്തിച്ചില്ല. അവസാന വാക്കെന്നോണം സുസ്മിത പറയുകയാണ്, ചുരുക്കി പറഞ്ഞാൽ ആൻറ്റിയെ രണ്ടാളും കൂടി അങ്ങ് കോമാളിയാക്കി. അന്നേരമുള്ള സത്യഭാമയുടെ ആ മുഖഭാവമൊക്കെ കാണുമ്പോൾ താൻ പറഞ്ഞതൊക്കെ ഏറ്റുവെന്ന് സുസ്മിതയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ എണീറ്റ് പോകാൻ നേരം സുസ്മിത ഒന്നുകൂടി പറയുന്നുണ്ട്, വിവാഹം മുടങ്ങിയതിലൊന്നും എനിക്ക് സങ്കടമൊന്നുമില്ല. പക്ഷേ പ്രീതി ആ സമയത്ത് തന്നെ മയങ്ങി വീണതിൽ എനിക്ക് സംശയമുണ്ട്. ആൻറ്റിയെ മനഃപൂർവ്വം അപകടപ്പെടുത്താൻ വേണ്ടി രണ്ടുപേരും കൂടി കളിച്ച നാടകമാണോ ഇതെന്ന്. അതൊന്നുകൂടി ദൃഢമാക്കാൻ വേണ്ടി സുസ്മിത പറയുകയാണ്, ഈ കല്യാണം നടക്കില്ല എന്ന മട്ടിൽ പ്രീതി പലവട്ടം സംസാരിച്ചത് ആൻറ്റിക്ക് ഓർമ്മയില്ലേന്ന്. അന്നേരം സത്യഭാമ ഓർക്കുന്നുണ്ട്. കല്യാണ ലെറ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ പ്രീതി പറഞ്ഞത് മുമ്പത്തെ ലെറ്ററില്ലേ, അതിൽ ഡേറ്റ് മാറ്റിയാൽ പോരെ എന്നൊക്കെ. അതൊക്കെ ഓർത്തങ്ങ് ആകെ അരിശം കൊള്ളുകയാണ് പ്രീതിയോട് അന്നേരം സത്യഭാമ. മനഃപൂർവ്വം അപമാനിച്ചതിന് തിരിച്ചടി കൊടുക്കണം ആൻറ്റി, അത് മകളായാൽ പോലും എന്ന് പറഞ്ഞ് സത്യഭാമയെ പ്രീതിക്കെതിരെ തിരിപ്പിക്കുകയാണ് സുസ്മിത. എന്നാൽ സത്യഭാമയാകട്ടോ മറിച്ചൊന്നും ചിന്തിക്കുന്നുമില്ല. സുസ്മിത പറഞ്ഞതൊക്കെ വേദവാക്യം പോലെ അതൊക്കെ വിശ്വസിച്ചങ്ങ് ദേഷ്യം കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കാണിക്കുന്നത് വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായരും കൂടെ പ്രീതിയും ശാലിനിയും പൊന്നിയും വിഷ്ണുവുമൊക്കെ. അന്നേരം പ്രീതി വിളിക്കുന്നുണ്ട് രാഘവൻ നായരെ, വാ അച്ഛാ അകത്തേക്ക് പോകാമെന്ന്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, പുറത്തേക്ക് പോയ ഒരു അശാന്തിയെ നിന്റെ അമ്മ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ തന്നെയാണ് മനഃശാന്തി എന്നും പറഞ്ഞ് വരാന്തയിൽ തന്നെ ഇരിക്കുകയാണ് രാഘവൻ നായർ. വിഷ്ണു ആണെങ്കിലോ തൂണും ചാരി ആകെ അങ്ങ് ദേഷ്യഭാവത്തോടു കൂടി അങ്ങ് എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് അർജുൻ അവിടേക്ക് എത്തുന്നത്. കാറിൽ നിന്നും അർജുനെ ഇറങ്ങുന്നത് കണ്ട് സന്തോഷത്തോടു കൂടി ഓടി അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അർജുനേട്ടാന്നും പറഞ്ഞ്. അന്നേരം രാഘവൻ നായർ മോളെ പതുക്കെ സൂക്ഷിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് പ്രീതി അർജുൻ്റെ അടുത്തേക്ക് ചെന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ചേർത്ത് പിടിച്ച അർജുൻ പ്രീതിയുടെ തലയിലൊക്കെ തലോടുന്നുണ്ട്. അത് കണ്ട് സന്തോഷിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരുമൊക്കെ. തുടർന്ന് അർജുൻ രാഘവൻ നായരുടെ അടുത്തേക്ക് വരുമ്പോൾ അർജുൻ്റെ കൈ പിടിച്ച്, മോനെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുൻ പ്രീതിയെ ചേർത്ത് പിടിച്ച് പറയുകയാണ്, അറിഞ്ഞച്ച, പ്രീതിയെ കൊണ്ടുപോകാനാണ് ഞാനിപ്പോൾ വന്നത്. സത്യാമ്മയുടെ മുമ്പിൽ ഇനി എനിക്ക് ധൈര്യമായിട്ട് തലയുയർത്തി നിൽക്കാമെന്ന് അർജുൻ പറയുന്നുണ്ട്. അന്നേരം നന്നായി മോനെ എന്ന് രാഘവൻ നായർ പറയുമ്പോൾ അങ്ങ് സന്തോഷിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും ഒക്കെ. അതേസമയം വീണ്ടും സത്യഭാമയുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുകയാണ് സുസ്മിത. ആരുടെ മുമ്പിൽ തല താഴ്ന്നാലും വസുമതി ആൻറ്റിയുടെ മുമ്പിൽ ആൻറ്റിയുടെ തല താഴരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുള്ള വഴിയാണ് ഇപ്പോൾ പ്രീതിയും ശാലിനിയും കൂടി ഒരുക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഏഷണി കയറ്റുകയാണ് സുസ്മിത. ഈ ഒരു സമയത്താണ് പ്രീതിയുടെ കൈയും പിടിച്ച് അർജുൻ സത്യഭാമയുടെ മുൻപിലേക്ക് വരുന്നത്. അന്നേരം പ്രീതി അർജുൻ്റെ കൈ മുറുകെ പിടിച്ചിരിക്കുന്നത് ദേഷ്യത്തോടു കൂടി സത്യഭാമ നോക്കുന്നുണ്ട്. അന്നേരം അമ്മയെ പേടിച്ച് പെട്ടെന്നങ്ങ് കൈവിടുകയാണ് പ്രീതി. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഫാമെ കുട്ടികൾക്കെന്തോ സംസാരിക്കാനുണ്ടെന്ന്. അന്നേരം കളിയാക്കി ഫാമ ചോദിക്കുകയാണ്, രാഘവേട്ടൻ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? എന്നിട്ട് വിഷ്ണുവിനെ ചൂണ്ടി പറയാണ്, കഥയിലെ മണ്ടൻകുട്ടി ദേ ഇവനാണ്.
ഭാര്യ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന LKG കുട്ടി. പക്ഷേ ഇവന് സംസാരിക്കാൻ ഒന്നും ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്റെ നാവ് ഇപ്പോൾ ഭാര്യയാണല്ലോ. പിന്നീട് ശാലിനി ചൂണ്ടി പറയുകയാണ്, ഇവൾക്കും സംസാരിക്കാനൊന്നും കാണില്ല. കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറച്ചു വയ്ക്കുന്നതിനാണ് ഇവൾക്കുള്ള കഴിവ്. പെറ്റമ്മയേക്കാൾ കേൾവി ചമയുന്ന ഇവൾക്ക് ഒന്നും സംസാരിക്കാനുണ്ടാവില്ല എന്ന് ശാലിനിയെ നോക്കി ദേഷ്യത്തോടെ ഭാമ പറയുന്നു. പിന്നെ പ്രീതിയുടെ നേരെ തിരിയുകയാണ് ഭാമ. എന്നിട്ട് പ്രീതിയെ പിടിച്ചു കുലുക്കി പറയുകയാണ്, പിന്നെ എൻ്റെ പൊന്നു മോള്, ഇവൾ അത്ര ചെറിയ കുട്ടിയാണെന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മ അറിയാതെ ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് നടന്നവളാണ് ഇവള്. അങ്ങനെയുള്ള അവൾക്ക് എന്തും മറച്ചു വയ്ക്കാനുള്ള കഴിവുണ്ട്. അന്നേരം സത്യാമ്മയെന്ന് അർജുൻ വിളിക്കുമ്പോൾ നീ മിണ്ടരുത് എന്നും പറഞ്ഞ് അർജുന് നേരെ കൈ ചൂണ്ടി ഭാമ പറയുകയാണ്, ഒളിവിലും മറവിലുമൊക്കെ ഒരു കുഞ്ഞിനെ ഗർഭമുണ്ടാക്കാനുള്ള കഴിവ് അവളുടെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതിനുള്ളിലും നീ കാണിക്കണമായിരുന്നോ? ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ നിന്റെ കുഞ്ഞിനെയും ഭാര്യയെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയിരുന്നെങ്കിൽ നീ ഒരാണാണെന്ന് സത്യഭാമ സമ്മതിച്ചേനെ. അതിനൊന്നും ഉത്തരമില്ലാതെ തലതാഴ്ത്തി നിൽക്കുകയാണ് അർജുൻ. നാടിനും നാട്ടുകാർക്കും മുൻപിൽ ഈ സത്യഭാമയെ മാനം കെടുത്തിയിട്ട് ഇങ്ങനെ കയറി വന്ന് നിൽക്കാനായിട്ട് നിനക്ക് എങ്ങനെ കഴിയുന്നടാന്ന് അർജുനെ നോക്കി ചോദിക്കുകയാണ് ഭാമ. അന്നേരം അർജുൻ ഭാമയോട് തൻ്റെ തെറ്റുകൾക്ക് മാപ്പ് പറയുകയാണ്. അന്നേരം ഭാമ ചോദിക്കുകയാണ്, നീ മാപ്പ് പറഞ്ഞതുകൊണ്ട് സത്യഭാമയ്ക്കുണ്ടായ അപമാനമൊക്കെ അങ്ങ് മാഞ്ഞു പോകുമോ? എൻ്റെ അഭിമാനം തിരികെ വരുമോ? വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടക്കുന്ന ഒരു മരമണ്ടിയാണെന്നും പറഞ്ഞ് ഈ ഭാമയെക്കുറിച്ച് നാട്ടുകാർ അടക്കം പറയുന്നുണ്ട് എന്ന വിഷമത്തോടെ ഭാമ പറയുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാതെ അത് തിരുത്താനൊന്നും ആർക്കും കഴിയില്ല ഇന്നേ വരെ. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുന്നത് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ അങ്ങ് പുച്ഛഭാവത്തിൽ സുസ്മിത കരുതുകയാണ്, ഓ ഇയാൾ തുടങ്ങി വേദാന്തം. അന്നേരം ഞാനിനി എന്ത് വേണമെന്നാണെന്ന് ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, നീ കുട്ടികൾക്ക് മാപ്പ് കൊടുത്തേ പറ്റൂ. ഇനിയെങ്കിലും ഇവരെ ഒന്നിച്ച് ജീവിക്കാനായിട്ട് നീ അനുവദിക്കണം. ഇനി ഇവരുടെ കണ്ണീര് ഇവിടെ വീഴാനായിട്ട് ഞാൻ അനുവദിക്കില്ല. അന്നേരം ഭാമ പറയുകയാണ്, ശരി രാഘവേട്ട, ഞാൻ ഇവർക്ക് മാപ്പ് കൊടുക്കാം. പക്ഷേ ഇവൻ എന്നോട് മാപ്പ് പറയണം. അന്നേരം അർജുൻ മാപ്പ് പറഞ്ഞതല്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ മാപ്പ് പറഞ്ഞാൽ പോരാ, പണ്ടും ഞാൻ പറഞ്ഞതുപോലെ ഇവൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. തുടർന്ന് ഭാമയെന്ന് രാഘവൻ നായർ വിളിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, ഈ സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ, എൻ്റെ മകളുടെ വയറ്റിൽ ആദ്യം മുളപൊട്ടിയ കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിച്ചത് ഇവനാണ്. ഇപ്പോൾ ഒളിവിലും മറവിലും വീണ്ടും ഒരു കുഞ്ഞിനെ ഇവൻ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇവൻ പ്രീതിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ മാത്രം ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് അവസാന തീരുമാനമെന്നോണം സത്യഭാമ പറയുകയാണ്. സത്യഭാമയുടെ ഈ തീരുമാനത്തിൽ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് വിഷ്ണു. അന്നേരം അത് കൊള്ളാം എന്നും പറഞ്ഞ് ചിരിച്ചു നിൽക്കുകയാണ് സുസ്മിതയും. തുടർന്ന് ഭാമ അർജുനോട് എന്താ നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ തയ്യാറാണെന്ന് അർജുൻ പറയുന്നു. അത് കേട്ടെന്ന് അമ്പരന്ന് ഞെട്ടുകയാണ് പ്രീതി. അർജുൻ്റെ തീരുമാനം കേട്ട് സുസ്മിത ഒന്ന് സംശയിക്കുന്നുണ്ട്, പണി പാളിയോ? ഇനിയിപ്പോൾ പ്രീതിയുടെ കാല് പിടിച്ച് അർജുൻ മാപ്പ് പറഞ്ഞാൽ ഭാമ ആൻറ്റി ക്ഷമിക്കുകയും ചെയ്യും, അവരൊന്നാകുകയും ചെയ്യും. തുടർന്ന് അർജുൻ പറയുകയാണ്, ഈ നിൽക്കുന്നത് എൻ്റെ പ്രാണനാണ്. ഇവരുടെ കാലിലൊന്ന് തൊട്ടുവെന്ന് കരുതി ഇടിഞ്ഞു വീഴുന്നതല്ല അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിൻ്റെ മാനാഭിമാനങ്ങൾ ഒന്നും. തുടർന്ന് അർജുൻ പ്രീതിയുടെ കാല് പിടിക്കാനായിട്ട് കുനിയുമ്പോൾ അർജുനേട്ടാന്നും പറഞ്ഞ് പെട്ടെന്ന് പിറകോട്ട് മാറുകയാണ് പ്രീതി. അന്നേരം സത്യഭാമ പറയുകയാണ്, വേണ്ട നിർത്ത്, നിന്നോട് കാല് പിടിക്കണമെന്ന് പറഞ്ഞത് ഇവിടെ വെച്ചല്ല, ഈ നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ്. അതിന് നീ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങ് തലകുനിച്ച് നിൽക്കുകയാണ് അർജുൻ. അന്നേരം പ്രീതിയെ ഒന്ന് പിടിച്ചിട്ട് ഭാമ ചോദിക്കുകയാണ്, ഇവൾ നിന്റെ പ്രാണനാണെന്നല്ലേ പറഞ്ഞത്? ഇവളുടെ കാലിൽ എവിടെ വെച്ച് തൊട്ടാലും ഇടിഞ്ഞു വീഴുന്നതല്ലല്ലോ അഡ്വക്കേറ്റ് അർജുൻ ശങ്കറിൻ്റെ മാനാഭിമാനം എന്നൊന്ന് കളിയാക്കി ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഉത്തരമില്ലാതെ നിൽക്കുന്ന അർജുനോട് വീണ്ടും ഭാമ ചോദിക്കുകയാണ്, നിന്റെ അമ്മ അറിയും എന്നുള്ളൊരു ഭയമല്ലേ നിനക്ക്? നീ ഇപ്പോൾ പ്രീതിയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടത്തേക്ക് കയറി വന്നല്ലോ. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പ്രീതിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നത്. അന്നേരം എവിടേക്കെന്ന് ഭാമ ചോദിക്കുകയാണ്. എൻ്റെ വീട്ടിലേക്കെന്ന് അർജുൻ പറയുമ്പോൾ ഭാമ കളിയാക്കി ചോദിക്കുകയാണ്, ആ വീടിൻ്റെ ഗൃഹനാഥയായ വസുമതി അറിഞ്ഞോ നീ ചെയ്യാൻ പോകുന്ന മഹത് കർമ്മം? അതിനും ഉത്തരമില്ലാതെ അർജുൻ നിൽക്കുമ്പോൾ രാഘവൻ നായരോട് ഭാമ പറയുകയാണ്, ദേ രാഘവേട്ടൻ കണ്ടില്ലേ ഇവൻ ഈ ചെയ്യുന്നതൊക്കെ? ഞാനൊരു പക്ഷേ മാപ്പ് കൊടുക്കാൻ തയ്യാറായെങ്കിലും ഇവൻ്റെ അമ്മ വസുമതി ഇവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലോ? അപ്പോൾ പിന്നെ എന്തു ചെയ്യും? അന്നേരം അങ്ങനെയൊന്നും ഉണ്ടാകില്ല സത്യാമ്മയെന്നും പറഞ്ഞ് ശാലിനി പറയുമ്പോൾ ശാലിനിയോട് ദേഷ്യപ്പെട്ട് ഭാമ ചോദിക്കുകയാണ്, അത് നിനക്കെങ്ങനെ അറിയാം? നീയാണോ വക്കീലിൻ്റെ വക്കാലത്ത്?
വസുമതി ആൻറ്റിയെ എനിക്കറിയാം, ആൻറ്റി പ്രീതിയെ സ്വീകരിക്കുമെന്ന് ശാലിനി പറയുന്നു. അന്നേരം ഭാമ പറയുകയാണ്, അതിന് എനിക്ക് ഉറപ്പ് കിട്ടണം, എങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കാം. അന്നേരം വസുമതി ആൻറ്റിയോട് ഞാൻ സംസാരിക്കാൻ സത്യാമ്മയെന്ന് ശാലിനി പറയുന്നുണ്ട്. അത് സമ്മതിക്കുകയാണ് സത്യഭാമയും. എല്ലാത്തിനും തീരുമാനമായി എന്നറിയുമ്പോൾ മൊത്തം പൊളിഞ്ഞല്ലോ എന്നും പറഞ്ഞ് നിരാശപ്പെട്ട് നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് പ്രീതിയും ശാലിനിയും വിഷ്ണുവും അർജുനും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് അർജുൻ പറയുന്നു. അന്നേരം സമ്മതിക്കില്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. സമ്മതിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെന്ന് അർജുൻ പറയുന്നു. അന്നേരം സമ്മതിച്ചില്ലെങ്കിലോ അർജുനേട്ടാന്ന് പ്രീതി സംശയം പറയുന്നുണ്ട്. പ്രീതി ആശ്വസിപ്പിച്ച് ശാലിനി പറയുന്നുണ്ട്, അങ്ങനെ സമ്മതിക്കാതിരിക്കാൻ വസുമതി ആൻറ്റിക്ക് കഴിയില്ല. അർജുനേട്ടൻ്റെ കുഞ്ഞല്ലേ പ്രീതിയുടെ വയറ്റിലുള്ളത്, അങ്ങനെ ഇപ്പോൾ കൊച്ചുമോനെ വേണ്ടാന്ന് വസുമതി ആൻറ്റി വയ്ക്കുമോ? ഇനിയിപ്പോൾ സമ്മതിച്ചില്ലെങ്കിലും സമ്മതിപ്പിക്കാനായിട്ട് എന്തു മാർഗവും പ്രയോഗിക്കണമെന്ന് ശാലിനി പറയുന്നു. അന്നേരം അത് ശരിവെച്ച് വിഷ്ണു പറയുകയാണ്, അത് തന്നെയാണ് വേണ്ടത്, നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാമെന്നും പറഞ്ഞ് വിഷ്ണുവും ഇറങ്ങാൻ തുടങ്ങുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, ഇത് എങ്ങോട്ടാണ് പോകുന്നത്? വസുമതി ആൻറ്റിയെ കണ്ട് സംസാരിക്കാൻ ഇയാളോ? ശരിയാവില്ല വിഷ്ണുവേട്ടാ. വിഷ്ണുവേട്ടൻ്റെ സ്വഭാവം അനുസരിച്ച് വസുമതി ആൻറ്റിയായിട്ട് സംസാരിച്ചാൽ ഉടക്കാവും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ എല്ലാം കുഴയുകയും ചെയ്യും. അന്നേരം ചമ്മി ചിരിക്കുകയാണ് വിഷ്ണു. വിഷ്ണുവിൻ്റെ ചമ്മൽ കണ്ട് അർജുനും ചിരിക്കുന്നുണ്ട്. ആകെ ചമ്മിയ വിഷ്ണു പറയുകയാണ്, എങ്കിൽ വേണ്ടല്ലേ, എങ്കിൽ താൻ പോയി സംസാരിച്ചിട്ട് വാ. തുടർന്ന് പ്രീതിയോട് പറയുകയാണ് ശാലിനി, എങ്കിൽ പ്രീതി ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം. സാരമില്ലടോ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് പ്രീതിക്ക് വാക്ക് കൊടുത്തിട്ട് ഇറങ്ങുന്നുണ്ട് പ്രീതി, ശാലിനിയും അർജുനും. ഇതൊക്കെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയിരിക്കുകയാണ് സുസ്മിത.